മുത്തലിബ് കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ മുത്തലിബ്, ആദ്യം തന്നെ പാലക്കാട് ആധികാരികമായ വിജയത്തിന് അഭിനന്ദനങ്ങൾ. ഒപ്പം ടി പി രാമകൃഷ്ണൻ പറയുന്ന ഏറ്റവും ഒടുവിലെ ടി പി രാമകൃഷ്ണൻ നേരത്തെ പി രാജീവ് നടത്തിയ പ്രതികരണങ്ങൾ, ജില്ലാ സെക്രട്ടറി CPM-ന്റെ EN സുരേഷ് ബാബു അടക്കം നടത്തിയ പ്രതികരണങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പാലക്കാട്ട് ജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള കാരണം അല്ലെങ്കിൽ അവരുടെ പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചാൽ BJP-യിൽ നിന്നുള്ള വോട്ട് ചോർച്ച UDF ക്യാമ്പിലേക്ക്, ഒപ്പം SDP-യുടെ വോട്ടുകൾ നിങ്ങളിലേക്ക് പോയി, വർഗീയ ശക്തികൾ ധ്രുവീകരണം നടത്തി നിങ്ങൾക്ക് വേണ്ടി. മറുപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് KPCC-യും അതുപോലെ തന്നെ AICC-യും 3 പേരെ ചുമതലപ്പെടുത്തി. അതിൽ AICC സെക്രട്ടറി PV മോഹനും KPCC ജനറൽ സെക്രട്ടറി എന്ന എന്നെയും സെക്രട്ടറി ബാബുരാജിനെയും ചുമതലപ്പെടുത്തി ഞങ്ങൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിനും സംഘടനയെ പുനഃസംഘടിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ അതിനുശേഷം വോട്ടുകൾ പുതുതായി ചേർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജൂലൈ മാസം മുതൽ ആരംഭിച്ചതാണ്. ജൂൺ മാസം മുതലുള്ള വോട്ട് ചേർക്കൽ, അതിൽ ബൂത്ത് തലത്തിലെ സംഘടനാ ചിട്ടപ്പെടുത്തലിൻ്റെ പ്രതിഫലനമായിട്ടാണ് എല്ലാ ബൂത്ത് കമ്മിറ്റികൾക്കും വോട്ട് ചേർക്കുന്നതിനുള്ള ഒരു 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 വലിയ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. 180 ബൂത്തുകളിൽ വോട്ട് ചേർക്കുന്നതിന്. ഒരു 164 ബൂത്ത് കഴിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ BJP-ക്ക് വലിയ മുൻതൂക്കമുള്ള പ്രദേശങ്ങളാണ്. പക്ഷെ അവിടെ പോലും വോട്ട് ചേർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ വോട്ട് ചേർത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഭൂരിപക്ഷത്തിൽ ഉള്ളത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടി വർഗീയത പരത്തിക്കൊണ്ട്, വർഗീയ വിദ്വേഷം പരത്തിക്കൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങി, ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ കയറി ആളുകളിൽ ഒരു അതായത് തൃശ്ശൂർ പോലെ പാലക്കാട് ഞങ്ങൾ ഇങ്ങ് എടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടം തൊട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. എന്ത് പറ്റി? പാലക്കാട് എടുക്കാൻ പോയിട്ട് പാലക്കാടൊന്ന് അനക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് വലിയൊരു പാഠമാണ് പാർട്ടിയെ സംബന്ധിച്ച്. മാത്രമല്ല, ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയും കേരളത്തിൽ എന്താണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കൃത്യമായൊരു ഒരു ഒരു ബോർഡുമാണിത്. കാരണം നമുക്കറിയാം, UDF-ൻ്റെ പ്രവർത്തകർ പ്രകടനം നടത്തുന്നതിന് മുമ്പ് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും രാഹുൽ മാങ്ങോട്ടത്തിന് വേണ്ടി പ്രകടനം നടത്തുന്ന സാഹചര്യം നമ്മളെല്ലാം കണ്ടു. ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറ്, നിങ്ങളൊക്കെ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, അന്ന് എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് ജനപക്ഷ സ്ഥാനാർത്ഥിയായി തന്നെയാണ് പൂഞ്ഞാറിൽ നിന്ന് മത്സരിച്ചത്. അന്ന് ഇലക്ഷൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് SDP-യുടെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തി. PC ജോർജിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്. അങ്ങനെ തലേ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് വ്യക്തമാകുകയും അങ്ങനെ അടച്ച് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലുള്ള 28,000-ത്തിലധികം വരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വോട്ടുകൾ PC ജോർജിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അത് കൃത്യമായി അത് ചെയ്തു എന്ന് പറയുന്നത് മുസ്ലിം ലീഗെന്നോ അതിന് കോൺഗ്രസ് എന്നോ കേരള കോൺഗ്രസ് എന്നോ ലീഗെന്നോ CPM എന്നോ CPI എന്നോ വ്യത്യാസമില്ലാതെ അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ പാലക്കാട് സംഭവിച്ചേക്കും നമുക്കെല്ലാവർക്കും അറിയാം. ഞാനവിടെ പാലക്കാട് പ്രചരണത്തിന് വന്ന ആളാണ്. ചേരുന്നു ആഷോ, ഈ പാലക്കാട് സരിൻ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ അടിയുറച്ച തത്വശാസ്ത്രമുള്ള പ്രത്യയശാസ്ത്രമുള്ള CPM അത്തരത്തിലൊരു താൽക്കാലിക പൊളിറ്റിക്കൽ ഗിമിക്സ് കാണിക്കുക തന്നെ ആയിരുന്നില്ലേ? അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാതിരുന്നിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ വന്നു കയറിയ ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താൽക്കാലിക പൊളിറ്റിക്കൽ ഗിമിക്സ് കാണിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നൊരു വിജയം പ്രതീക്ഷിക്കുകയായിരുന്നു? അകിമുഖം ഫലം കണ്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് 2024
പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ തിരിച്ചടി, അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കണം എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും വിവിധ മണ്ഡലങ്ങൾക്കകത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരെ ഇടതുപക്ഷം മത്സരിപ്പിച്ചിട്ടുണ്ട്. അതാത് മണ്ഡലങ്ങളിലെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ആദ്യമായിട്ടല്ല ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് പാളയെ ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് ഒരാൾ വരികയും ഞങ്ങൾ മത്സരിപ്പിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ സംഭവമല്ല. അപ്പോൾ ആ നിലയിൽ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഡോക്ടർ പി സരിനെ ഞങ്ങൾ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടായില്ല എങ്കിൽ കൂടി സാമാന്യം നല്ല മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയും വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും പാലക്കാട് നിയോജകമണ്ഡലത്തിൽ CPM LDF മുന്നോട്ട് വെക്കുന്നത് ശരിയാണ്. പക്ഷേ ഇത്ര മാത്രം ഈസി ആയിട്ടായിരുന്നു പാലക്കാട് പോലൊരു ഇടത്തെ, അതായത് CPM തുടർച്ചയായി മൂന്നാമത് നിൽക്കുന്ന ഒരിടത്തെ തെരഞ്ഞെടുപ്പിനെ CPM LDF നോക്കിക്കാണേണ്ടത് ഇങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങൾ അതിശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് തന്നെയാണ് ഡോക്ടർ പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനകത്തുള്ള പോരായ്മ എന്താണ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ടില്ല. സ്വാഭാവികമായി 2021 അവിടെ ലഭിച്ചതിനേക്കാൾ 2024 പാർലമെന്റ് വാർത്താ സമ്മേളനം നടത്തുന്നു. CPM സ്വീകരിച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുന്നു. അതിനുശേഷം അതിനൊക്കെ എത്രയോ ശേഷം CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഒരു കാര്യം, കാരണം തുടക്കം മുതൽ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം നടന്ന വ്യക്തി എന്ന നിലയിൽ ഹർഷോ, കാരണം ഹർഷോ ആയിരുന്നു ആ മണ്ഡലത്തിലൊക്കെ തന്നെ നിറഞ്ഞ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും തിരഞ്ഞെടുപ്പാണല്ലോ, എടുക്കുമല്ലോ, സ്വാഭാവികമാണ്. അതിൻ്റെ കടന്നെടുത്തിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അവസാനം ഒരു പുതിയൊരു പോയിന്റിലേക്ക് എത്തുന്നത്? അതായത് SDPI വോട്ടുകൾ, BJP വോട്ടുകൾ ചോർന്നു. അപ്പോൾ അത് നിങ്ങളുടെ കൂടി സംഘടനയുടെ ദൗർബല്യം കൂടിയാണോ അങ്ങനെ പറയിപ്പിക്കേണ്ടി വരുന്നത്? അതല്ല ഇനി ഒരു ചർച്ചകളിലേക്കൊക്കെ വിപുലമായി കടക്കുമ്പോൾ അതിന്റെ ആത്യന്തികമായ കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപേ ഇങ്ങനെ ഒരു പോയിന്റ് എന്തുകൊണ്ടായിരിക്കാം വിടുന്നത്? ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ പി രാജീവ്, LDF കൺവീനറൊക്കെ അതിലാണ് ഇപ്പോൾ പിടിക്കുന്നത്. അല്ല, ഞങ്ങളത് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലുടനീളം ഞങ്ങൾ ഉയർത്തിക്കാണിച്ചൊരു കാര്യമായിരുന്നു വളരെ പ്രത്യക്ഷമായി ഈ പറഞ്ഞ പോലെ SDPI പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പലയിടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ ഞങ്ങൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പറഞ്ഞൊന്നല്ല. അപ്പോൾ ഇന്ന് തന്നെ മാതൃഭൂമിയുടെ ഉൾപ്പെടെ പാലക്കാടുള്ള റിപ്പോർട്ടർമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. നഗരത്തിൽ ഏറ്റവും ആദ്യം ഒരു ആഹ്ലാദ പ്രകടനം നടക്കുന്നത് SDPIയുടെയാണ്. UDFിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനകത്ത് SDPI സ്ഥാനം പിടിക്കുകയാണ്, അവരുടെ പതാകകൾ സ്ഥാനം പിടിക്കുകയാണ്. അങ്ങനെ നോർമലൈസ് ചെയ്ത് കൂട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടുന്ന ഒരു സംഘടനയാണ് SDPI എന്ന് ഞങ്ങൾ കരുതുന്നില്ല. SDPI കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുള്ള രാഷ്ട്രീയം അത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തികഞ്ഞ വർഗീയതയാണ്. അവരവിടെ ഒറ്റയ്ക്ക് ഒരു കൂട്ടമായി നിന്നുകൊണ്ടാണ് അവരോട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് എന്നുള്ളതായിരിക്കും ഇതിനുണ്ടാവുന്ന സ്വാഭാവിക മറുപടി. എന്തായാലും ഈ സരിനെ കുറച്ചുകൂടി നേരത്തെ അല്ലെങ്കിൽ തയ്യാറെടുപ്പിന്റെ പ്രശ്നം ശ്രീ ഹർഷോപ്പം ചിഹ്നം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ ചിഹ്നത്തിന്റെ കാര്യം എവിടെയെങ്കിലും നിങ്ങൾക്ക് പിഴച്ചത് എന്ന കാര്യം, കാരണം വിപുലമായ ചർച്ചയിലേക്ക് കടക്കുമെങ്കിലും നമുക്ക് ആ SDPIയും BJP രാഷ്ട്രീയവും മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എന്തെങ്കിലും ഒരു 2 ലൈനെങ്കിലും പറഞ്ഞാൽ. അല്ല, അതിനകത്ത് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള സംഘടനാപരമായ ഇപ്പോൾ പൊതുവെ കഴിഞ്ഞ എന്താ പറയുക മൂന്ന് തെരഞ്ഞെടുപ്പുകളോളമായി ഞങ്ങൾ പുറകോട്ട് പോകുന്നു. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഞങ്ങൾ വല്ലാതെ പുറകോട്ട് പോകുന്ന സാഹചര്യമാണ് പാലക്കാട് നിയോജക മണ്ഡലം പരിസരത്തുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് മുൻപ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പാലക്കാട് നിന്നുള്ള മിനിസ്റ്റർ സഖാവ് MP രാജേഷ് ഉൾപ്പെടെ സൂചിപ്പിച്ചു, സംഘടനാപരമായിട്ട് ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി ഉണ്ടായിരുന്ന ദുർബലത. സ്വാഭാവികമായും അത് ഞങ്ങൾ ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്, കുറേ കൂടി സംഘടനാ ശരീരത്തെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വോട്ട് ബേസ് മാത്രം ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി ഉള്ള ഒരു മണ്ഡലം. സ്വാഭാവികമായും അവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിഹ്നം പഠിപ്പിക്കുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക എന്ന പ്രക്രിയയൊക്കെ
ഒരു പരിധി വരെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിനകത്ത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരല്പം കൂടി സമയം അധികം ലഭിക്കുന്ന നിലയുണ്ടായി. അതൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ദുർബലത ഞങ്ങൾക്കുള്ള പ്രദേശമാണ്. അതിനെ മറികടന്ന് വരിക എന്നുള്ളതാണ് സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായും അത് ഉത്തരവാദിത്വപ്പെട്ട അല്ല, പക്ഷേ പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങളിൽ പോലും സരിന് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടി ചില വസ്തുതകൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, തീർച്ചയായും. പക്ഷേ തുടക്കം മുതൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഒരു വലിയ സംഘത്തിനൊപ്പം വരുമ്പോഴും പല ഘട്ടത്തിലും സരിൻ ഒറ്റയ്ക്ക് നടക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നതൊരു വാസ്തവമാണ്, തള്ളിക്കളയാൻ പറ്റില്ല. വോട്ട് പിടിക്കുകയും ചെയ്തത് ആ തരത്തിലുള്ള ടാക്ടിക് അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഈ മുന്നണികൾക്ക് തലകുനിക്കേണ്ടി വരുമ്പോൾ അവിടത്തേക്ക് അടിയൊഴുക്കുകൾ ഫാക്ടേഴ്സ് എന്തെങ്കിലും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന ഘടകങ്ങളിലേക്ക് പരിശോധിക്കണം. ചർച്ചയിലേക്ക് നമുക്ക് തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് തന്നെ നമുക്കിപ്പം അതിഥിയായി ശ്രീമോഹൻ വർഗീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നലെ പ്രഡിക്ഷനെ പറ്റി ശ്രീമോഹൻ വർഗീസ്, താങ്കൾ ഇന്നലെ നമ്മൾ ചർച്ചയൊക്കെ ഇരിക്കുന്ന സമയത്ത് താങ്കൾ പറയുമായിരുന്നു, അതായത് ഈ പാലക്കാടിനെ സംബന്ധിച്ചോളം ഒരുപക്ഷെ ചില അടിയൊഴുക്കല്ല, റിയാലിറ്റി അത് BJP വോട്ടുകൾ, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വോട്ടുകൾ, നഗരകേന്ദ്രീകൃതമായ വോട്ടുകൾ, അതൊരു പക്ഷേ വെല്ലുവിളിയായേക്കാം എന്ന തരത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ ചർച്ചയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ യഥാർത്ഥ ചിത്രത്തിലേക്ക് വരുമ്പോൾ അടപടലം ഒരു ഒഴുക്കുണ്ടാവുകയാണ് BJP കേന്ദ്രത്തിൽ. അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. എവിടെയാണ് BJPക്ക് പിഴച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വളരെ CPM വിക്ടറിയിലേക്ക് എത്താനുണ്ടായ ഫാക്ടേഴ്സ് എന്താണെന്ന് കാണുന്നത്? ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. BJP കേന്ദ്രങ്ങളിൽ ഒരു ചെറിയ അടിയൊഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നഗരമേഖലയിൽ, ഞാൻ ഇന്നലെ പറഞ്ഞത് വ്യക്തമായിട്ട് ഓർക്കുന്നു, നഗരമേഖലയിൽ പാലക്കാട് നഗരസഭയ്ക്കുള്ളിൽ ഒരു 8000-ലധികം വോട്ടിനെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനെ ലീഡ് ചെയ്യാനായില്ല എങ്കിൽ വിജയം പ്രതീക്ഷിക്കേണ്ട. കാരണം കണ്ണാടി, മാത്തൂർ, അതുപോലെ പിരായിരി പഞ്ചായത്തുകളിൽ BJPക്ക് കാര്യമായ പ്രസൻസ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ 1ാം റൗണ്ടിൽ സി കൃഷ്ണകുമാർ വിജയിച്ചു നിന്നു. കാരണം അത് BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണ് എണ്ണിയത്. അതിനുശേഷം ഒരിക്കലും ഈ കാര്യമായ ലീഡിലേക്ക് BJPക്ക് നീങ്ങാനായില്ല. രാഹുൽ മാങ്കാട്ടത്തിൽ 2-3 പ്രാവശ്യം മുന്നിലും പിന്നിലുമായി. എന്നാൽ നഗരസഭാ പരിധി വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നപ്പോൾ നിർണായക ലീഡിലേക്ക് 18,800 ചെല്ലുവാൻ 840 വോട്ടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കാവുന്ന പരമാവധി വോട്ടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിക്ക് എതിരെ വന്ന സകല ഫാക്ടേഴ്സിനെയും നള്ളിഫൈ ചെയ്യാവുന്ന ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മൾ ഭംഗിയാന്തനയുടെ പറയുമല്ലോ, പെട്ടി പെട്ടി ശിങ്കാരപ്പെട്ടി, പെട്ടി തുറക്കുമ്പോൾ കായം മണക്കുമെന്ന് ചക്കയെക്കുറിച്ച് പറയുന്നതാണ്. ഇവിടെ ചക്ക പോലെ കുഴഞ്ഞിരിക്കുന്നു BJPയുടെ ഒരു ചിന്ത. അതായത് പെട്ടി പൊട്ടിച്ചപ്പോൾ, ആ നീലപ്പെട്ടി പൊട്ടിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടിയിൽ 18,820 വോട്ടുകൾ എന്ന് പറയുന്നത് തീർച്ചയായും BJPയെ ഞെട്ടിച്ചു, ഇടതുപക്ഷത്തെ ഞെട്ടിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെ ഞെട്ടിച്ചിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഏറ്റവും ഓപ്റ്റിമിസ്റ്റിക് കണക്കുകളിൽ ഒരു 5 അക്ക ഭൂരിപക്ഷം എന്നൊരു ധൈര്യത്തിനങ്ങ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അത് 10,000-ആണ്. അതിന്റെ ഇരട്ടിയോളം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം പക്ഷേ നമ്മൾ നിങ്ങളൊക്കെ ബൈറ്റ് എടുക്കുന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിലും സരിനൊക്കെ പറഞ്ഞത് BJP ഒരു നഗരസഭയിൽ 8,000 ഒരു പക്ഷേ ഒരു മെജോറിറ്റി വന്നാൽ പോലും ഞങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കാരണം 8,000 വരെ BJPക്ക് ലഭിച്ചേക്കാമെന്ന് മറ്റ് പാർട്ടികളും ഉറച്ചു വിശ്വസിച്ചിരുന്നു. സി മോഹൻ വർഗീസ്, 8,000 മറ്റു പാർട്ടികൾ തന്നെ 8,000 പ്രതീക്ഷിച്ചിടത്താണ് ആ 8,000 BJPക്ക് കുറഞ്ഞത്. സ്ട്രെയിറ്റ് ആയിട്ട് അതിലൊരു 7,000-ഉം രാഹുൽ മാങ്കൂട്ടത്തിന് പോവുകയും 1,000-എങ്കിലും ശ്രീ സരിന് വരികയും ചെയ്തു. അത് സരിനെയും തള്ളിക്കളയാനാവില്ല. അവിടെ പാലക്കാട് നഗരസഭയിൽ തീർത്തും നിറമങ്ങിപ്പോയ ഇടതുപക്ഷത്തിന് കുറച്ചൊക്കെ മുന്നോട്ട് വരാനായി. അവിടെയും 3ാം സ്ഥാനത്ത് തന്നെയാണ്. എന്നിരുന്നാലും അതുകൊണ്ട് മൊത്തത്തിൽ BJPക്ക് പുനർവിചിന്തനത്തിനുള്ള സമയമായി. തീർച്ചയായും അത് തന്നെയായിരുന്നു നേരത്തെ ശ്രീ ഷോൺ ജോർജും പറഞ്ഞു വന്നത്, പാർട്ടി പാഠം പഠിക്കേണ്ട സമയമായെന്ന്. ശ്രീ ഷോൺ ജോർജ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതായത് പാഠം പഠിക്കേണ്ടതുണ്ട് പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാഠത്തിൽ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിയ തുറന്നു പറച്ചിലിന് ഒരു പൊട്ടിത്തെറിക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി പറഞ്ഞു വിട്ടത് ഒരു ഘടകമായിട്ടുണ്ടോ? കൃഷ്ണകുമാറിന്റെ ആവർത്തിച്ചുള്ള സ്ഥാനാർത്ഥിത്വം അതിൽ ഒരു ഘടകമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് അങ്ങ് പറയുന്ന ഈ പാർട്ടി പഠിക്കേണ്ട പാഠത്തിൽ ഉൾപ്പെടുന്ന? ഒപ്പം ചോദിക്കേണ്ട ഒരു കാര്യം, ഒരു അമിത ആത്മവിശ്വാസം അത് തുടക്കം മുതൽ പാലക്കാട് പുലർത്തിയിരുന്നോ? അതിന്റെ ഒരു പാളിച്ച എവിടെയെങ്കിലും വന്നതായി കരുതുന്നു?
പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇനി അങ്ങോട്ടും എന്നും ആ അമിത ആത്മവിശ്വാസമുണ്ട്. കാരണം സംഘടനാ തലത്തിൽ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പറഞ്ഞ പഞ്ചായത്തുകളിൽ ചെറിയ ശക്തി കുറവുണ്ടെങ്കിൽ പോലും പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ തന്നെ ഒരു നഗരസഭയിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രദേശമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ. ഞാൻ പാഠം പഠിക്കണമെന്ന് പറഞ്ഞത് ഇനി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് പറയുകയാണ്, കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു വരുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിയന്ത്രിക്കാൻ ഇവിടെ മുസ്ലിം ലീഗിന് പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു. അത് കൃത്യമായി ഓരോ തെരഞ്ഞെടുപ്പിലും കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നു. എവിടെ വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. അത് ഇപ്പോൾ ഇവിടെ ആർഷോ മുമ്പ് സൂചിപ്പിച്ചു, ഇവിടെ വലിയ രീതിയിലുള്ള SDPയുടെ കൺസോൾട്ടേഷൻ. ഞാൻ തുറന്നു പറയട്ടെ, 2016 SDPയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. SDPയുടെ പിന്തുണ ഒളിച്ചും പാത്തൊന്നുമല്ല കേട്ടോ. ഇവർ UDF കാണിച്ച പോലെ LDF കാണിച്ച പോലെ ഒളിച്ചും പാത്തൊന്നല്ല, ഓപ്പണായിട്ട് SDPയുടെ പിന്തുണ മേടിച്ച് മത്സരിച്ച ഒരാളാണ് എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് പൂഞ്ഞാറിൽ. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 28,000 വോട്ട് ഭൂരിപക്ഷം ജയിച്ചു. അതിനുശേഷം SDPയുടെ നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ഈ വർഗീയത ശരിയല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, തീവ്രവാദം ശരിയല്ലെന്നതിൻ്റെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ട ഒരു കുടുംബമാണ് എൻ്റെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ കഴിഞ്ഞ 2 വർഷക്കാലമായി വടകരയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു, എനിക്ക് പറയാനുള്ളൊരു അവസരം തരണം, തൃശ്ശൂരേക്ക് ശ്രീ K മുരളീധരനെ പ്ലേസ് ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് എല്ലാ ചാനലുകളും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത്. പക്ഷേ K മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്നതല്ലായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. പാലക്കാട് നിന്നും ഷാഫിയെ വടകരയിൽ കൊണ്ടുവന്നായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. അതാരും കേരളം തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരള സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശ്രീ ഷാഫി പറമ്പിൽ. അത് കോൺഗ്രസ്സിലുള്ളവർക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ഇനി അങ്ങോട്ട് BJP, എൻ്റെ പാർട്ടി ഉൾപ്പെടെ CPM ഉൾപ്പെടെ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ആ 2016 ഒരു സീറ്റിൽ PC ജോർജിന് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവരുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചത് 139 സീറ്റുകൾ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ CPMനായിരുന്നു പിന്തുണ. 2021 ഇപ്പോൾ ആർഷോ തള്ളി പറഞ്ഞു, നല്ല കാര്യം, അവർ ഇനി തള്ളി പറയട്ടെ. 2021 കേരളത്തിലെ 140 സീറ്റിലും SDPയുടെ പിന്തുണ CPMനായിരുന്നു. SDP കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 42 സീറ്റിലാണ് കേരള നിയമസഭയിലേക്ക്. അതിൽ 33 സീറ്റിലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരു വാക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കിങ് മേക്കർ എന്ന് പറയുന്നത്, അവിടുത്തെ യഥാർത്ഥ തേരാളി എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫിയുടെ ആധികാരിക ജയമാണ്. അതിനെ ഒരു കാര്യം കൂടി അക്ഷയ്, അതായത് ഷോൺ ജോർജ് പറയുമ്പോഴും അവിടെ PC ജോർജ് അടക്കം ആ സ്ഥലത്തേക്ക് എത്തുകയും മുരമ്പമടക്കമുള്ള വിഷയങ്ങൾ ആയുധമാക്കുകയൊക്കെ ചെയ്തു എന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അതൊന്നും പ്രതിഫലിച്ചില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ചർച്ചയിലേക്ക് തിരികെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് അബ്ദുൾ മുത്തലിബ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുൾ മുത്തലിബ്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ ഷോൺ ജോർജ് ഉന്നയിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെയാണ് അദ്ദേഹം ഷാഫി പറമ്പിലിന്റെ ഈ രീതിയിലുള്ള, അതായത് മുന്നോട്ടത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ SDP ജമാഅത്തെ കൂട്ടുകെട്ട് അങ്ങ് നേരത്തെ പറഞ്ഞു വന്നിരുന്നെങ്കിൽ പോലും ആ ഉത്തരത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുമില്ലായിരുന്നു. ആ തരത്തിലാണ് UDFന്റെ നിലവിലെ പോക്കിനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ LDFും അതേപോലെ തന്നെ BJPയും വിലയിരുത്തുന്നത്. BJPക്ക് ജനങ്ങൾ ഇത്രയേറെ കനത്ത പ്രഹരം കൊടുത്തിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വർഗീയത കുത്തിവെക്കുന്ന, ആളി കത്തിക്കുന്ന തരത്തിലുള്ള ഓരോ വാക്കുകളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവരിത് അനുഭവിച്ചതാണ്. ജനങ്ങൾ അതുപോലെ 10 കൊല്ലം ഭരിച്ച ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ തൂത്തെറിയുക എന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹമായിരുന്നു. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. 2ാം സ്ഥാനത്ത് നിന്നിരുന്ന പാർട്ടിയാണ് പാലക്കാട്. അവർ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വർഗീയത കുത്തിവെച്ച് ജനങ്ങളോട് വോട്ട് ചോദിച്ചൊരു പാർട്ടി CPMും BJPയുമാണ്. 2 കൂട്ടരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവർ നടത്തിയിട്ടുള്ള
UDF-നെതിരെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം ഇവർ തമ്മിൽ ആലോചിച്ച് ചെയ്യുന്നത് പോലെ തന്നെയായിരുന്നു. അത് ഓരോരോ അനുഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങളെല്ലാം അവസാനം രണ്ട് പത്രത്തിൽ വന്ന പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഈ വർഗീയത വെച്ചുകൊണ്ട് എങ്ങനെയും കോൺഗ്രസിനെയും UDF-നെ പരാജയപ്പെടുത്തുന്നതാണ്. ഇപ്പോ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞ വേണ്ട എന്ന് പറയാനാകുമെന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അത് വേണ്ട എന്ന് പറയാനാകാത്തത് എന്തുകൊണ്ടാണ്? ഒപ്പം തന്നെ ഇന്നിപ്പോൾ താങ്കളും കണ്ടിട്ടുണ്ടോ SDPI ഈ രാഹുൽ വിജയിക്കാൻ പോകുന്നു എന്ന തരത്തിൽ കണക്ക് വരുമ്പോൾ ആദ്യം ആഘോഷിക്കുന്ന SDPI ആണ്. കോൺഗ്രസിനെയും UDF-നെയും പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം ഈ പിന്നെ SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പല പല തെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം തുടങ്ങിയ ആ സമയത്ത് ഇവർ പ്രകടനം നടത്തി എന്ന് കോൺഗ്രസിന് തലയിൽ ചാരി വെച്ചിട്ടുണ്ടാ കാര്യം. കാരണം ഇനി ഭാവിയിൽ ഇത് പറഞ്ഞുകൊണ്ട് വേണ്ട എന്ന തരത്തിലൊരു മറുപടി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നോ നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിൻ്റെ നയം എന്താ? എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താ? കോൺഗ്രസിൻ്റെ നയം എന്ന് പറഞ്ഞാൽ വർഗീയത ഏതെങ്കിലും ഒരു ശതമാനം പോലും കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമായിട്ടും കോൺഗ്രസിന് ഒരു കാലത്തും കൂടാൻ പറ്റില്ല, വേണ്ട എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ PDP-യുമായി കൂട്ടുചേർന്ന് പരസ്യമായി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്ത് വോട്ട് ചോദിച്ചവരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും ഒക്കെ ഈ രാജ്യത്തുണ്ട്. കോൺഗ്രസ് എവിടെയെങ്കിലും PDP-യുമായോ അല്ലെങ്കിൽ SDPI-യുമായോ പരസ്യമായി അല്ലെങ്കിൽ രഹസ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞ വാക്ക് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ കേരളത്തിൽ വീണ്ടും വർഗീയത വളർത്തുന്നതിനും അതിന്റെ പേരിൽ ഇവർക്ക് മുതലെടുക്കാനും ഇവർക്ക് വോട്ട് കിട്ടാനും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല. ഒരു പല പാർട്ടികളുണ്ട് ഇവിടെ. അവരൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അല്ലാതെയോ പിന്നെ എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം ഹൃദയത്തിൽ തട്ടി വിളിക്കുന്ന ഹർഷോ, ഈ മതപരമായിട്ടുള്ള പ്രീണനം തരാതരം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് വെൽ പ്ലാൻഡോടുകൂടി ഞാൻ ഈ ചോദിക്കുന്ന കാരണം ഏറ്റവും അവസാനമായി നേരത്തെ നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ തലേന്നെടുത്ത് ഇറക്കിയ ആ പൂഴിക്കടകൻ ആ പത്രപരസ്യത്തിൽ 2 സമസ്ത, ഒന്ന് കാന്തപുരം സുന്നിയുടെ സിറാജ്, ഒപ്പം സുപ്രഭാതം, ഈ 2 പത്രങ്ങളിലും മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ദേശാഭിമാനിയിൽ പോലും നിങ്ങൾക്ക് ആ പരസ്യം കൊടുക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുകയോ അല്ലെങ്കിൽ ആ മനസ്സ് വന്നില്ല. അപ്പോൾ അതൊക്കെ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന്റെ താളം തെറ്റിലായി അല്ലെങ്കിൽ പിഴവായി ചിന്തയിലെങ്കിലും വരേണ്ടതല്ലേ? അതിനകത്ത് 2 കാര്യമാണ്. ഒന്ന്, ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു ഞങ്ങൾ SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലുടനീളം ആവർത്തിച്ച് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതാക്കളോട് നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമല്ലേ SDPI നൽകിയിട്ടുള്ള പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആരെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ ക്യാമ്പീതിരുന്ന MP-മാരുൾപ്പെടെ മുൻ MLA ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ അത് വേണ്ട എന്ന സ്റ്റാൻഡ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്ന വസ്തുതയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ആദ്യമായിട്ടൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങൾക്ക് വേണ്ട SDPI-യുടെ വോട്ട് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഈ ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവർക്ക് അഭിപ്രായമില്ലേ SDPI വർഗീയ സംഘടനയാണെന്നുള്ളത്? SDPI നാടിനകത്ത് കുത്തിവെക്കുന്ന വിഷം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്ത ആളുകളല്ലല്ലോ കോൺഗ്രസ്. ഇനി ഇതേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന SDPI-യുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ഞങ്ങൾ ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് തന്നെ മാധ്യമ സമ്മേളനം വിളിച്ച് പത്രസമ്മേളനം വിളിച്ച് അതിൽ പറഞ്ഞല്ലോ 2021 കാശ് കൊടുത്തിട്ടായിരിക്കുമല്ലോ പത്രപരസ്യം നൽകുക. ആ പത്രപരസ്യം നിങ്ങൾക്ക് ഗുണം ചെയ്തോ ഏതെങ്കിലും അർത്ഥത്തിൽ? പത്രപരസ്യത്തിലേക്ക് വരാം. അല്ല, പത്രപരസ്യത്തിലേക്ക് ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. എങ്ങനെ കേട്ടില്ല? പൂർത്തിയാക്കിയ ശേഷം ആ ചോദ്യത്തിലേക്ക്. ഈ നിലയിൽ SDPI-യുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പത്രസമ്മേളനം നടത്തി അവർ തമ്മിൽ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ
ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെ തള്ളിപ്പറയുന്നതിന് വേണ്ടി, നിഷേധിക്കുന്നതിന് വേണ്ടി UDFന്റെ നേതൃത്വം തയ്യാറായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഇവരെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട്, ഇവരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത ഞങ്ങൾ പറയും, അതിനകത്തൊരു തർക്കവും വേണ്ട. ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ തുടർച്ചയിൽ നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ആവശ്യപ്പെടാതെ ചിലയിടങ്ങളിൽ പിന്തുണയുമായി പല ഈ പറഞ്ഞ പോലെ പഞ്ചായത്തുകൾക്കകത്തും പ്രസിഡന്റ് ആവർത്തിച്ച് പറയുമ്പോൾ അത് തന്നെയല്ലേ പത്രപരസ്യം നൽകുന്നതിലൂടെ അതിന് തന്നെയല്ലേ നിങ്ങൾ ശ്രമം നടത്തിയത്? അതിന്റെ മറുപടി കിട്ടിയില്ല. പത്രപരസ്യം ബൂമറാങ് ആയോ? തിനു വേണ്ടി അങ്ങനെ പിന്തുണയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ട എന്നുള്ളതാണ് ഞങ്ങളെടുത്തുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, ഇവരെ കൂട്ടിപ്പിടിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാലും ആ പരാജയം ഏറ്റുവാങ്ങാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരസ്യം കൊടുക്കുന്ന ആദ്യമായിട്ടല്ല. അപ്പോൾ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പത്രപരസ്യം കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ഒരു മുന്നണിയല്ല LDF. അപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 2 പരസ്യമല്ല, ഞങ്ങൾ വിവിധ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിവിധ പത്രങ്ങൾക്കകത്ത് വിവിധങ്ങളായ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെ കണ്ടന്റ് എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോരെ, ആ കണ്ടന്റ് തീരുമാനിക്കുന്ന നേതാക്കൾക്ക് മാത്രമായിരിക്കും, വായിക്കുന്നവർക്ക് അങ്ങനെയാവില്ല. അസാധാരണത്വം എന്താ? കൊടുത്ത പത്രങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയ അസാധാരണത്വം എന്താ? ഇന്നിപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നതിന്റെ കാര്യം, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളൊക്കെ തന്നെ ഇഴകീറി പരിശോധിക്കപ്പെടേണ്ടി വരും. അപ്പോൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ദേശാഭിമാനിയിൽ നൽകിയില്ല പരസ്യം? നല്ല വൃത്തിയാമണ്ണം നിങ്ങൾക്ക് കൊടുക്കാവുന്ന നിങ്ങൾ സൂചിപ്പിച്ച അതിലെന്തോ അസാധാരണത്വണ്ട് എന്നുള്ളതാണല്ലോ നിങ്ങളുടെ വാദം. ആ അസാധാരണത്വം എന്താണ്? ഇപ്പൊ നമുക്ക് അസാധാരണത്വം ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ അസാധാരണത്വം? അതിലെന്താ ശരികേടുള്ളത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, സമസ്തയുടെ പത്രമായിട്ടുള്ള സുപ്രഭാതത്തിലും സിറാജും ഈ 2 പത്രം മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ? ഈ നാട്ടിൽ അതേ ഉള്ളൂ ശ്രീ, അതേ ഉള്ളൂ. ദുരുദ്ദേശം എന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അസാധാരണത്വം പരസ്യം കൊടുത്തത് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ പരസ്യം വന്ന ദിവസം തന്നെ ഞങ്ങൾ 4 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇനി വിമർശിക്കപ്പെടാം പരസ്യത്തിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട്. ആ കണ്ടന്റിൽ നിങ്ങൾക്ക് എന്താ വിമർശനം ഉള്ളത്? വിമർശനം ഉണ്ടോ? എന്തെങ്കിലും അതിനകത്ത് BJP കുറിച്ചോ അല്ലെങ്കിൽ BJP നേതാക്കളെ കുറിച്ച് കടന്നാക്രമിച്ചിട്ടില്ല. ശരികേടുള്ളത് അല്ല, ആ 2 പത്രത്തിൽ വരുന്നതിൽ എന്താ അസാധാരണത്വം? ശരികേടെന്താ? BJP ആ പേജ് ചെയ്യുമ്പോൾ ആ BJP നേതാക്കളെ കുറിച്ച് കടന്നാക്രമിച്ചിട്ടില്ല. മാത്രം അറ്റ്ലീസ്റ്റ് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ കുറിച്ചെങ്കിലും പറയാമായിരുന്നു. ഇത് ഏകപക്ഷീയമായി BJPയിൽ നിന്നും കോൺഗ്രസ്, നിങ്ങൾ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒരുമിച്ചിരിക്കേണ്ട ആളുകളുടെ ഒരു പാർട്ടിയിൽ, നിങ്ങളുടെ സഖ്യമായിട്ടുള്ള ഒരു വളരെ പ്രബലമായ ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അതിലൊരു ദുരുദ്ദേശമാണ് അസാധാരണത്വം. അല്ല, അതിലൊരു ദുരുദ്ദേശമല്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തുവിട്ട കമൽനാഥിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിൽ പറയുന്ന അസാധാരണത്വം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരുന്നില്ല. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. മറ്റു പല പത്രങ്ങളുണ്ടായിരുന്നു. ഈ പത്രങ്ങളിലൊക്കെ ഈ സമാനമായിട്ടുള്ള കണ്ടന്റ് വന്നിരുന്നെങ്കിൽ അതിലൊരു അസാധാരണത്വമില്ല. ഈ അസാധാരണത്വം കണ്ട CPIയുടെ ജില്ലാ സെക്രട്ടറി ഒന്ന് വിളിച്ച്, ഹർഷോ അവിടെ ഉള്ളയില്ലേ, ഇങ്ങനെയാണ് കാര്യം, അങ്ങേക്ക് എന്താണ് അസാധാരണത്വം എന്ന് ചോദിക്കാമായിരുന്നു. ജില്ലാ സെക്രട്ടറി അസാധാരണത്വം ഉണ്ട് എന്ന് പറഞ്ഞ ബൈറ്റുകൾ അതിലുണ്ടോ? CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാനും കേട്ടതാ. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ശരികേടായിട്ട് പറയാലോ, അതിലൊരു പറഞ്ഞിട്ടില്ല. അതിന്റെ പിറ്റേന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കും, അദ്ദേഹം ഇതിലുള്ള ശരികേട് അല്ലെങ്കിൽ പറയണം, ഓ ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മേന്മയുള്ള ജില്ലാ സെക്രട്ടറിയോട് സർ നിങ്ങൾ തെറ്റായി പറയരുത്. CPI ജില്ലാ സെക്രട്ടറിയോട് നിങ്ങളുടെ ചോദ്യം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന നിലയിൽ പത്രപരസ്യം കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി വർഗീയമായി സമൂഹത്തെ ധ്രുവീകരിക്കുന്ന നിലയിൽ പത്രപരസ്യം കൊടുക്കുന്നത് LDFന്റെ നിലപാടല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഗുണം ചെയ്തോ യെസ് ഓർ നോ? ഗുണം ചെയ്തോ ഇല്ലയോ? വർഗീയമായി ധ്രുവീകരിക്കുന്ന നിലയിലുള്ള ഒരു പത്രപരസ്യം ഞങ്ങൾ കൊടുത്തിട്ടില്ല.
അല്ല ഞാൻ ചോദിച്ചേ ഗുണം ചെയ്തോ ഇല്ലയോ? എന്തായാലും ഒരു CPI ജില്ലാ സെക്രട്ടറിയുടെ സുരേഷ് ഏട്ടന്റെ ബൈക്കിൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ കേട്ടതാണ്. എന്താണ് അറിയാമല്ലോ, അവിടെ അക്ഷയം ദിവസങ്ങളോട് അവിടെ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഒരു തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഒരു പരസ്യം നൽകുമ്പോൾ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കും? വോട്ടിംഗ് ആയിരിക്കും. കിട്ടിയിട്ടുണ്ടാകുമോ ഇതിൽ? ആ സ്ട്രാറ്റജി പിഴച്ചോ അതോ ഗുണം ചെയ്തോ? വോട്ട് കിട്ടിയോ നിങ്ങൾക്ക്? സ്ഥാനാർത്ഥിയെ കുറിച്ചായിരിക്കും, ചിലപ്പോ പ്രകടന പത്രികയെ സംബന്ധിച്ചായിരിക്കും, ചിലപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ജനങ്ങളോട് സംബന്ധിക്കാൻ വിഷയങ്ങൾ പരസ്യത്തിൽ കൊടുക്കും. ഇതുകൊണ്ട് ഈ പത്രപരസ്യം നൽകിയത് കൊണ്ട് അവിടെ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ CPM-ന് LDF-ന് സാധിച്ചോ? അത് വോട്ട് പട്ടികയിലാക്കാൻ സാധിച്ചോ ആ പത്രപരസ്യം കൊണ്ട്? എന്താണ് നിങ്ങളുടെ നിഗമനം? അല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പത്രപരസ്യം മാത്രമല്ലല്ലോ മാസങ്ങളോളം നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. കൃത്യമായൊരു മറുപടി ഈ ഘട്ടത്തിൽ മാർഷോയുടെ ഭാഗത്തുനിന്ന് വരാത്ത സ്ഥിതിക്ക് ആർഷോയെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഏതായാലും വളരെ പക്വതയോടെയാണ് ആർഷോ സംസാരിക്കുന്നത് എന്നതിൽ സന്തോഷം തോന്നുന്നു. തിരികെ വരാം ചർച്ചകളിലേക്ക്. അങ്ങനെ പാലക്കാട് ചർച്ചയാവുമ്പോൾ നമുക്ക് ഇപ്പോ ഒപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ആരാണ്? മോഹൻ വർഗീസ് തുടരുന്നുണ്ട് അതിഥിയായി. ശ്രീ മോഹൻ വർഗീസ്, പാലക്കാട് CPM പല നമ്പറുകളും ഇറക്കി നോക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമോ? ഒന്ന് നീല ട്രോളിയുടെ കാര്യത്തിലാണ്, പിന്നെ ഈ പത്രപരസ്യത്തിന്റെ കാര്യത്തിലാണ്. പലതും പറഞ്ഞു നോക്കി, അവിടെ ഒന്നും പിടിച്ചു നിൽക്കാനാവാതെ വരികയായിരുന്നു. ശരിക്കും രാഷ്ട്രീയം പറഞ്ഞാണ് തുടക്കം മുതൽ നിന്നത് എന്ന് അവകാശപ്പെടുമ്പോഴും ശരിയായ രാഷ്ട്രീയവും വികസനവുമായിരുന്നു CPM അവിടെ പറഞ്ഞത്. ശരിയായ രാഷ്ട്രീയമായിരുന്നില്ല, രാഷ്ട്രീയം പറയാമായിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. കേരള സംസ്ഥാനം ആകെ ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പാണ് പാലക്കാട്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ ആഴത്തിലുള്ള വേരോട്ടമുള്ളൊരു മണ്ഡലം എന്ന നിലയിൽ പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കേണ്ട ഒരു മണ്ഡലമാണ്. അവിടെ CPM അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ വിസമ്മതിച്ചെടുത്ത് തുടങ്ങി അപജയം. വോട്ടുകൾ എത്ര കിട്ടുന്നെന്നുള്ള വിഷയമല്ല, പക്ഷേ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുന്നതിൽ ശ്രീ സരിനെ നിർത്തിയപ്പോഴാണ് ആദ്യ ചുവട് പിഴച്ചത്. പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുകൊണ്ട് കോൺഗ്രസിലുണ്ടായ ചെറിയ അലോസരങ്ങൾ അത് മുതലാക്കാമെന്ന് വിചാരിച്ചു, അത് സാധിച്ചില്ല. പിന്നീടാണ് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുന്നത്. ഒന്ന് EP ജയരാജൻ്റെ പ്രസ്താവന, സരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകളും EP ജയരാജൻ്റെ അസ്വാരസ്യങ്ങൾ പലതും പുറത്തു വന്നു. അതിനെ വേണ്ട രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അതുമാത്രമല്ല, രണ്ട് വൻ വിവാദങ്ങൾ, അത് UDF-നെ പ്രതിക്കൂട്ടിലാക്കാമെന്ന് കരുതി കൊണ്ടുവന്ന നീലപ്പെട്ടി വിവാദം, ട്രോളി ബാഗ് വിവാദം, അത് സംസ്ഥാനത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രാത്രിയുടെ മറവിൽ റെയ്ഡ് നടത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഹോട്ടലിൽ, അവിടെ പിന്നെ ഷാനിമോൾ ഉസ്മാനെയും അതുപോലെ ബിന്ദു കൃഷ്ണയുടെയും ഒക്കെ റൂമുകളിൽ നടത്തിയ റെയ്ഡ് പൊതുവേ ജനസാമാന്യം അത്ര കൈൻഡായിട്ടല്ല എടുത്തത്. അതിനുള്ള തിരിച്ചടി സ്വാഭാവികമായി ഇടതുപക്ഷത്തിന് കിട്ടിയെന്ന് വേണേൽ കരുതാം. ഇതിനെല്ലാം പുറമെയാണ് അവസാന ഘട്ടത്തിൽ വന്ന ആ ഒരു വിവാദം. അത് വലിയ ഒരു ഇതാണ്. പത്രപരസ്യം കഴിയുന്നവരുണ്ട്. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യം നമ്മൾ ആവർത്തിച്ച് നിങ്ങൾ പല പാനലിസ്റ്റുകളോടും ചോദിച്ചൊരു കാര്യമാണ്. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ച ഉണ്ടാകുന്നതിന് കാരണമെന്താണ്? ഇസ്ലാം വേണ്ട രീതിയിൽ, താല്പര്യങ്ങൾ വേണ്ട രീതിയിൽ, സമുദായ താല്പര്യങ്ങളായിക്കൊള്ളട്ടെ, ജനതയുടെ താല്പര്യമായിക്കൊള്ളട്ടെ, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, അത് മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, CPM ആയിക്കൊള്ളട്ടെ, പ്രതിനിധീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് റാഡിക്കൽ ഇസ്ലാം ആൻഡ് പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ വലിയ തോതിൽ തലപൊക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിം ലീഗ് എന്ന മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയെ വീക്കൻ ചെയ്യാനായി മുസ്ലിം ലീഗിനെ SDPI-യുമായിട്ട് ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാം, പ്രിയങ്ക ഗാന്ധിയുടെ, അതായത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ, പ്രിയദർശിനിയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് പ്രവേശനം കൂടി ഇതിലൂടെ സാധ്യമാവുകയാണ്, അല്ലെങ്കിൽ നടക്കുകയാണ്. ഇപ്പോൾ പ്രിയങ്കയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അത് വലിയ കുറച്ച് നെടുനീളനാണ്, നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല. അതായത് വയനാടൻ ജനതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്വീറ്റാണ്. ഒപ്പം തന്നെ എന്ന് കൂടി പറയുന്നുണ്ട്. നിങ്ങളുടെ നാടിന്റെ ശബ്ദമായി പാർലമെന്റിൽ ഞാൻ ഉണ്ടാകുമെന്ന്. അതായത് വെറും വിശ്വാസമല്ല, 4,10,931 പത്തരമാറ്റി വിശ്വാസമാണ് അവിടുത്തെ വയനാട്ടിലെ പ്രിയപ്പെട്ട ജനത പ്രിയങ്കയുടെ മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. സാധ്യമാവുകയാണ്. എന്തായാലും ഈ
പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം, വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക നമുക്ക് ഗാന്ധി അതിഥി അബ്ദുൽ മുത്തലിബ് ഇപ്പോഴും തുടരുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ്, ഒരു കാര്യം നമ്മൾ ഈ ചേലക്കരയിലേക്ക് വരുമ്പോഴാണ്, വയനാട്ടിൽ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വോട്ടിങ്ങിന്റെ പെർസെൻറ്റേജുമായി നോക്കുമ്പോൾ വലിയ ഭൂരിപക്ഷം, ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷ 5 ലക്ഷത്തിന് അടുത്ത് വരെ നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭ്യമായി. നമുക്ക് ഈ ചേലക്കരയിലെ നിങ്ങളുടെ സംഘടനാ സംവിധാനം, അവിടെ വി.ഡി. സതീശൻ പറഞ്ഞത് 5000 വോട്ടിന് ഞങ്ങൾ ജയിച്ച് കയറും. രമ്യ ഹരിദാസ് തുടക്കം മുതൽ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി പ്രചാരണത്തിന് ഇറങ്ങുന്നു. എവിടെയാണ് പാർട്ടി പിഴവ് നിർദ്ദേശിച്ചത് പറ്റിയത്? അതുപോലെ മാത്രമല്ല അവസാനം രമ്യ കൊട്ടിക്കലാശം ഹരിദാസിന്റെ ഇനി രാഷ്ട്രീയ ഭാവി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു പുനരാലോചന, അതിലെ കൂട്ടിക്കിഴിച്ചുള്ള പിഴവ് സംബന്ധിച്ചുള്ള പഠനങ്ങളിലേക്കൊക്കെ എങ്ങനെയായിരിക്കും പോവുക? ശ്രീ അബ്ദുൽ മുത്തലിബ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം, ഈ പാലക്കാട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി കൂടിയതുപോലെ സെയിം ടൈം നമ്മുടെ ചേലക്കരയിലും ഇതേ സംവിധാനം അവിടെ ആരംഭിച്ചു. 27 കൊല്ലമായി CPM-ൻ്റെ ആധിപത്യമുള്ള ഒരു പ്രദേശം എന്ന നിലയിലും അവിടെ കോൺഗ്രസിനും UDF-നും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറാൻ സാധിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. അതിനൊക്കെ മറികടക്കുന്നതിന് വളരെ ചിട്ടയായ പ്രവർത്തനം നടത്തി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ അവിടെ ബൂത്ത് തലത്തിൽ സംഘടന വളരെ ദയനീയമായ അവസ്ഥയിൽ തന്നെയായിരുന്നു പല സ്ഥലങ്ങളിലും. കാരണം അവിടെ 27 വർഷത്തെ ഈ LDF-ൻ്റെ ആധിപത്യം. അപ്പോൾ അവിടെ ഒരു ചിട്ടയായ പ്രവർത്തനം നടത്തി എത്രയും ഉയരങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, സംഘടനാ പ്രവർത്തനം. അപ്പോഴാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കാരണം പാർലമെൻറ്റിൽ പരാജയപ്പെട്ടു. തൊട്ടുവന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി അവരുടെ ആഗ്രഹത്തിനനുസരിച്ചും അതുപോലെ തന്നെ അവിടെ മത്സരിക്കാൻ ഏതായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അവർക്ക് അവിടെ വളരെ കുറച്ച് വോട്ടിനാണ് അവിടെ പിന്നോക്കം പോകാനും സാധിച്ചത്. അതുകൊണ്ട് രമ്യ ഹരിദാസിനെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചത്, ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ ആധിപത്യത്തിൽ ഇരുന്നതിനെ വളരെ താഴ്ത്തോട്ട് കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസ്സിന് പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല പ്രവർത്തനം നടത്തിയതിലുള്ള വോട്ടുകൾ കൂടി വരികയും ചെയ്തു. ഞാൻ അതിൻ്റെ ഒരു കാര്യം എനിക്ക് ഇതിപ്പോൾ തീരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ആർഷോ പറഞ്ഞ ഒരു കാര്യം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ 2 പത്രങ്ങളിൽ കൊടുത്തത് LDF അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയല്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വർഗീയ വിഷം തുപ്പുന്നതല്ല എന്ന് പറയുന്നു, അവർ വർഗീയത പറയുന്നില്ല എന്ന് പറയുന്നു. 2 പത്രങ്ങളിൽ വന്ന ഫ്രണ്ട് പേജ് വാർത്ത അവരുടെ പരസ്യത്തിൽ LDF നൽകിയ പരസ്യമെന്നാണ്, അല്ല എന്നൊന്നും പറയുന്നില്ല. സന്ദീപ് വാര്യരെ അവിടെ പണ്ട് RSS-ൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് ആ RSS-ൻ്റെ ഡ്രസ്സിട്ട ഫോട്ടോ ഫ്രണ്ട് പേജിൽ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതെന്ത് വർഗീയതയാണ്? എന്തായാലും രസകരമായ ഒരു കമന്റ്, ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കരാണ് കേട്ടോ. ഞാൻ വായിക്കാം. അത് ഷോൺ ഉണ്ടെങ്കിൽ ഷോണിനോട് ഉപചോദ്യമായി, അതായത് രാഷ്ട്രീയ ബോധം വട്ടപൂജ്യം, വിമർശിക്കുന്നവരെ കോൺഗ്രസ് ആക്കൽ, വായ തുറന്നാൽ വരുന്നതല്ല അബദ്ധം, ചുറ്റുമുള്ള ഭജന സംഘത്തോട് മാത്രം താല്പര്യം, മറ്റുള്ളവരോട് പരമപുച്ഛം, പാർട്ടിയിലെ കൊള്ളാവുന്നവരെ ഒതുക്കൽ, ധാർഷ്ട്യത്തിൻ്റെ പരകോടി, ആകെയുള്ള ജോലി പത്രസമ്മേളനം, ജയസാധ്യത നോക്കാതെ പെട്ടിതാങ്ങിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയ പരാജയം, പാർട്ടി ഇത്രത്തോളം പരിഹാസ്യനാക്കിയ അധ്യക്ഷൻ വേറെ ഉണ്ടാകില്ല, അഭിനന്ദനങ്ങൾ. ശ്രീ ഷോൺ, അക്ഷയ് ആരോടായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്? സംശയമില്ല. ഷോൺ, അധ്യക്ഷനെ കുറിച്ചാണ് നിങ്ങളുടെയൊക്കെ സഹയാത്രികരായിരുന്ന ആണെന്ന് വെക്കുന്ന വ്യക്തിയുടെ ഒരു പുതിയ കമന്റ് വരുന്നത്. താങ്കളും ഉദ്ദേശിച്ചത് മനസ്സിൽ പറയുന്നതായിരിക്കുമോ? ശ്രീജിത്ത് ഇപ്പം അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിനെതിരെയും തിരിച്ച് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനും തിരിച്ച് അദ്ദേഹത്തിനെതിരെയും നിരവധി ഇതിനു മുമ്പ് വ്യക്തിപരമായി തന്നെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം കുഴപ്പമായി ചിത്രീകരിക്കുക. എനിക്കറിയാം, കഴിഞ്ഞ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ പോലും സംഭവിച്ചു വെച്ചുകൊണ്ട് പാർട്ടിയുടെ എല്ലാ മിഷണറിയും അവിടെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ നിന്നത് സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്കറിയാം, ഞാൻ പോലും 2 ദിവസമാണ് അവിടെ പോകുന്നത്. ഞാൻ ബാക്കി വയനാടും ചേലക്കരയിലും ഒക്കെ ആയിരുന്നു.
പക്ഷേ 2 ദിവസം അവിടെ ചെന്ന സമയത്ത് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയാം അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇനി വലിയ ചുമതലകൾ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന്, അതായത് ഈ ഇന്ത്യയിലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്, ഇത് ചർച്ചയാകാത്തൊരു വിഷയമായതുകൊണ്ട്, ചർച്ചയാകേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായി കേരളം മാറുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ലീഡർഷിപ്പിലേക്ക്, അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലെ കാണുന്നു. ഒരു പാർട്ടിയെ നയിക്കുന്ന ഒരാൾ എന്ന തരത്തിൽ അതിനെ രാഷ്ട്രീയമായി എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം, അധ്യക്ഷ നിലയിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണമായിരുന്നു. ഒരുമിച്ച് കൊണ്ടുപോകാൻ ചേലക്കരയിലെ വിജയം അതിനെ ഭരണത്തിന്റെ വിലയിരുത്തലായിട്ടാണോ നിങ്ങൾ കാണുന്നത്? തീർച്ചയായിട്ടും ചേലക്കരയിൽ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലല്ല. ഇപ്പോൾ നമുക്കറിയാം 6 മാസം മുൻപ് അവിടെ ഭയങ്കരമായിട്ടുള്ള അനുകൂല തരംഗം UDF ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് 5000 വോട്ടിൻ്റെ മെജോറിറ്റിയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുന്ന നില ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവകാശപ്പെട്ടതുപോലെ മാസങ്ങളായിട്ടുള്ള ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തി എന്നൊക്കെ പറയുന്നിടത്തു നിന്നും ഞങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ 2016 UR പ്രദീപ് ജനം മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടുന്നതിന് വേണ്ടി, ഭൂരിപക്ഷം നേടുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ 2021 ലഭിച്ച ഭൂരിപക്ഷത്തിൽ നിന്ന് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് UDF ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, 2021 എന്താ പറയുക, അത്രമേൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. 2024 ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ കൂടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ അതിനൊക്കെ ഞങ്ങളൊക്കെ അക്ഷരയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ പൊതുബോധമുണ്ടല്ലോ, അതിനോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേലക്കരയിൽ കഴിഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും ചേലക്കരയിലെ വിജയത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഒപ്പം പാലക്കാട്ടെ വിജയത്തിൽ നിങ്ങൾ എന്തായാലും ഇരുത്തി തന്നെ ചിന്തിക്കുക. നിങ്ങൾ മാത്രമല്ല, BJPക്ക് ഇരുത്തി ചിന്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സവിശേഷതയാണ് അല്ലേ? പാലക്കാട് 2 മുന്നണികൾക്ക് ചേലക്കരയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് അടിമുടി ഇരുത്തി ചിന്തിക്കണം എന്ന്. അങ്ങനെ ഒരുപാട് സർവതല സ്പർശിയായ ഒരു ജനവിധിയാണ് എന്ന് തന്നെ. ചെറിയ ഇടവേളയിലേക്ക്